അന്താരാഷ്ട്ര വനദിനം മാർച്ച് 21. 2025 പ്രമേയം ഫോറസ്റ്റ് ആൻഡ് ഫുഡ്. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇംപീരിയൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥാപിതമായ വർഷം 1864. വനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനു വേണ്ടി ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിലവിൽ വന്ന ആദ്യത്തെ നിയമമാണ് ഇന്ത്യൻ വനനിയമം 1865. ഈ നിയമം 2 തവണയാണ് ഭേദഗതി ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ വനനിയമം 1927 ഒരു പ്രദേശത്തെ റിസർവ്ഡ് ഫോറസ്റ്റ്, സംരക്ഷിത വനം, വില്ലേജ് ഫോറസ്റ്റ് എന്നിങ്ങനെ പ്രഖ്യാപിക്കുന്നതിന് പാലിക്കേണ്ട നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നു. റിസർവ് വനത്തിനുള്ളിൽ എന്തൊക്കെ പ്രവൃത്തികളാണ് നിരോധിക്കപ്പെട്ടിരിക്കുന്നതെന്നും അത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർക്ക് എന്തൊക്കെ പിഴകളാണ് ചുമത്തുന്നതെന്നും 1927 ഇന്ത്യൻ വനനിയമത്തിൽ പറഞ്ഞിരിക്കുന്നു. ഈ നിയമത്തിൽ 13 അധ്യായങ്ങളും 86 വകുപ്പുകളും അടങ്ങിയിട്ടുണ്ട്. 1948 ഭേദഗതിക്ക് ശേഷം ഇന്ത്യൻ വനനിയമം 1927 85 സെക്ഷനുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇന്ത്യൻ വനനിയമം 1927 മൂന്നാമത്തെ സെക്ഷനിൽ ഇന്ത്യൻ വനങ്ങളെ 3ആയി തരംതിരിച്ചിരിക്കുന്നു: റിസർവ് ചെയ്ത വനം, സംരക്ഷിത വനം, ഗ്രാമീണ വനം. കേരള വനനിയമം 1961 കേരള സംസ്ഥാനത്തിലെ വനങ്ങളുടെ സംരക്ഷണവും പരിപാലനവും സംബന്ധിച്ച നിയമമാണ് കേരള വനനിയമം 1961. കേരളത്തിലെ ഒരു പൈതൃക പ്രദേശത്തെ റിസർവ് വനമായി പ്രഖ്യാപിക്കുന്നത് ഈ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ നിയമത്തിൽ 11 അധ്യായങ്ങളും 86 സെക്ഷനുകളും അടങ്ങിയിട്ടുണ്ട്.